വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന റിയാക്റ്റിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഹുക്കാണ് യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഹുക്ക്. റിയാക്റ്റിന് കുറച്ച് ഹുക്കുകളുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ആ ഹുക്കിൽ ഒരു പ്രധാനപ്പെട്ട ഹുക്കാണ് യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഹുക്ക്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വീഡിയോ കൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ വരുന്നുണ്ട്, അത് ചോദിക്കാനായിട്ട് ഡിസ്കോഡ് സെർവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫ്യൂച്ചർ ബീറ്റ്സിൻ്റെ ബയോയിൽ ഡിസ്കോഡ് സെർവർ എന്ന ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ജോയിൻ ചെയ്ത് റിയാക്ട് ചാനലിൻ്റെ അകത്ത് നിങ്ങൾക്ക് റിയാക്റ്റിനെ കുറിച്ചുള്ള ഡൗട്ടുകളെല്ലാം ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. തന്നെ നമുക്ക് ഈ യൂസ് സ്റ്റേറ്റിൻ്റെ എന്താണെന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് ആ ഒരു പ്രോബ്ലം കാണിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതായിരിക്കും. ഞാൻ ഒരു H1 ഇട്ടിട്ട് ഞാൻ ഇവിടെ കൗണ്ടർ എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു ബട്ടൺ കൊടുത്തു. ഒരു നോർമൽ ബട്ടൺ കൊടുത്തിട്ട് ഞാൻ ഇൻക്രീസ് എന്നാണ് ആ ബട്ടന് പേര് കൊടുത്തു. ഒരു H1 കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ബട്ടൺ കൊടുത്തിട്ട് ഞാൻ ഡിക്രീസ് എന്നാണെന്ന പേരും കൊടുത്തു. നമുക്കിവിടെ നോക്കാം. കൗണ്ടർ ഇൻക്രീസ് ഡിക്രീസ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു നമ്പറുടെ വരാറുണ്ട്. നമ്മൾ ഞാൻ ഇവിടെ ഒരു വേരിയബിൾ സെറ്റ് ചെയ്യാണ്, ലെറ്റ് കൗണ്ട്. നിങ്ങൾക്ക് സിമ്പിൾ ഒരു കോഡാണ്, ജാവാസ്ക്രിപ്റ്റ് പഠിച്ചവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. എന്നിട്ട് ഞാൻ ഇവിടെ ഈ H1 അകത്ത് വേരിയബിളിനെ വിളിച്ചു കൊടുക്കുന്നത് കർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിളിനെ ഞാൻ വിളിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻക്രീസ് ഡിക്രീസ് ബട്ടൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഈ വാല്യൂ അപ്ഡേറ്റ് ആവണം. അതാണ് നമുക്കിനി അടുത്ത ഫംഗ്ഷൻ ലോജിക്ക് എഴുതാനുള്ളത്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നു, ഒരു ഫംഗ്ഷൻ എഴുതുന്നു. ഇൻക്രീസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷന് ഞാൻ എഴുതാൻ പോകുന്നു. അതുപോലെ തന്നെ ഡിക്രീസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും ഞാൻ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ രണ്ട് ഫംഗ്ഷൻ ഇപ്പോൾ ഡിഫൈൻ ചെയ്ത് ഞാൻ അതിന് ലോജിക്ക് എഴുതണം. അപ്പോൾ ലോജിക്കാണ് ഞാൻ എഴുതാൻ പോകുന്നത്. കൗണ്ട് പ്ലസ് ഇസ് ഈക്വൽ ടു 1. അതായത് കൗണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസിൽ ക്ലിക്ക് ചെയ്യുമ്പം 1 വെച്ച് കൂടണം. അതായത് കൗണ്ട് പ്ലസ് ഇസ് ഈക്വൽ ടു 1. ഈ ലോജിക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. കൗണ്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്ന് നമ്മൾ കൊടുക്കുന്ന അതേ കോഡ് ഈ കൗണ്ട് റിപ്പീറ്റ് വിളിക്കുന്നതിനെ കുറച്ച് കൗണ്ട് പ്ലസ് ഇസ് ഈക്വൽ ടു 1. കൗണ്ടിൻ്റെ പ്രീവിയസ് വാല്യൂവിൻ്റെ അകത്ത് 1 ആഡ് ചെയ്യണം. അല്ലെങ്കിൽ 5 ആണെങ്കിൽ ഇവിടെ 5 വെച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ ഇവിടെ ലോജിക്ക് വരുന്നത്. അതേ കോഡ് ഞാൻ ഇവിടെ താഴെ ഒരു കൺസോൾ ലോഗും കൂടി ഇടാം. നമുക്ക് മാറ്റം വരുന്നത് നമുക്ക് കാണണ്ടേ. അതിനുവേണ്ടി നമുക്കൊരു ലോഗും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ മൈനസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓരോ വാല്യൂയും കുറയ്ക്കുകയും ചെയ്യും. ഇനി ഈ ബട്ടൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷൻ വിളിക്കണം. അതിനെ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വിളിച്ച് അതിൻ്റെ അകത്ത് ഏത് ഫംഗ്ഷനാണോ വിളിക്കാനുള്ളത് ആ ഫംഗ്ഷൻ ഇവിടെ വിളിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ബട്ടൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ആ ഫംഗ്ഷൻ വിളിച്ച് അതിലെ കോഡ് റണ്ണാവും. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ഡിക്രീസ് എന്ന് പറയുന്ന നമ്മുടെ രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വിളിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോരോ വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ വാല്യൂ കൺസോളിൽ നമുക്ക് കാണുകയും വേണം. അപ്പം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇൻസ്പെക്റ്റ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ കൺസോൾ എടുക്കാൻ കഴിയും. പിന്നെ ഇത് നിങ്ങൾ ഓണാക്കിയിട്ടാൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുന്നത്. അത് നിങ്ങൾ ഇത് ഓഫ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് മെത്തേഡിലാണോ കിട്ടേണ്ടത് ആ മെത്തേഡ് ഇവിടെ സെലക്ട് ചെയ്താൽ മതി. ഇങ്ങനെയാണെങ്കിൽ ഈ രീതിയിൽ വരും. ഓക്കെ, അപ്പം ഞാൻ അവിടെ ഇൻക്രീസിൽ ക്ലിക്ക് ചെയ്തു, 1 വന്നു. വീണ്ടും ക്ലിക്ക് ചെയ്തു 2, 3, 4, 5. ഓക്കെ, അവിടെ മാറ്റം. വേരിയബിളിൻ്റെ അകത്ത് വാല്യൂസ് മാറുന്നുണ്ട്, കുറയ്ക്കുമ്പോൾ കുറയുന്നുണ്ട്. പക്ഷേ കമ്പോണൻ്റ് അകത്ത് അല്ലെങ്കിൽ എലമെൻറ്റിൻ്റെ അകത്ത് HTML എലമെൻറ്റിൻ്റെ അകത്ത് ആ വേരിയബിളിൽ ആ വാല്യൂ മാറുന്നില്ല. ഈ പ്രോബ്ലം ആണ് റിയാക്റ്റിൻ്റെ അകത്ത് സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത്. അതായത് റിയാക്റ്റിൻ്റെ അകത്ത് നമ്മളൊരു വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ വാല്യൂസ് മാറ്റുന്ന സമയത്ത് അത് കമ്പോണൻറ്റിൻ്റെ അകത്ത് റിയൽ ടൈമിൽ അപ്ഡേറ്റ് ആവുക അല്ലെങ്കിൽ ആ വാല്യൂസ് അപ്ഡേറ്റ് ആവത്തില്ല. ആ ഒരു പ്രോബ്ലം റിയാക്റ്റിനുണ്ട്. അത് അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ യൂസ് സ്റ്റേറ്റിൻ്റെ അകത്ത് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ആക്കുന്ന വാല്യൂ റിയൽ ടൈമിൽ എലമെൻറ്റ് ഈ HTML എലമെൻറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ കമ്പോണൻസിൻ്റെ അകത്ത് മാറ്റം വരുള്ളൂ.
അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് ഒരു യൂസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു യൂസ് സ്റ്റേറ്റ് ഇമ്പോർട്ട് ചെയ്യണം. ആ ഒരു മൊഡ്യൂള് എന്താണ് ഇമ്പോർട്ട് ചെയ്യണം റിയാക്റ്റിൻ്റെ അകത്ത് നിന്ന്. ഓക്കെ, ഞാൻ യൂസ് സ്റ്റേറ്റ് എടുത്തു. ഇനി അത് എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ലെറ്റ് ഏത് മെത്തേഡാണ്, ലെറ്റോ കോൺസ്റ്റോ എന്താണോ ആ മെത്തേഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് യൂസ് സ്റ്റേറ്റ് എന്ന് വിളിച്ച് ഡിഫാൾട്ട് വാല്യൂ, ഇവിടെ ഞാൻ കൗണ്ടിന് 0 കൊടുത്തേക്കുന്നത്, ആ ഡിഫാൾട്ട് വാല്യൂ എന്താണെന്ന് അവിടെ കൊടുക്കുക. ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു വാല്യൂ ഡിഫാൾട്ട് കാണത്തില്ല. എന്നിട്ട് കൗണ്ട് എന്നുള്ള വേരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്യുക. കൂടെ സെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് കൗണ്ട് ഫംഗ്ഷൻ്റെ അകത്താണ് ഈ കൗണ്ടിൻ്റെ അകത്ത് അപ്ഡേറ്റ് ആയ പുതിയ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യാനുള്ള. എങ്കിൽ മാത്രമേ ആ വാല്യൂ റിയാക്റ്റ് കമ്പോണൻസിൻ്റെ അകത്ത് അല്ലെങ്കിൽ എലമെൻറ്റിൻ്റെ അകത്ത് കാണിക്കത്തുള്ളൂ. നമുക്കത് നോക്കാം. ഇവിടെ പൊസിഷൻ മാറാതിരുന്നാൽ മതി. പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക്കാം. വേരിയബിളിന് ഇവിടെ ഡിഫൈൻ ചെയ്യണം. ഇവിടെ ഒന്നാമത്തെ അല്ലെങ്കിൽ 0th പൊസിഷൻ്റെ അകത്ത് വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. ഇവിടെ നമ്മൾ ആ വേരിയബിളിലോട്ട് വാല്യൂ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ വേണം. ഇത് രണ്ടിൻ്റെ പേര് മാറ്റം വരുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇവിടെ സെറ്റ് കൗണ്ടറെന്നോ സെറ്റ് നമ്പറെന്നോ എന്ത് വേണോ കൊടുക്കാം. ഇനി ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ മാറ്റം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ഔട്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് എന്നുള്ള വേരിയബിളിൻ്റെ അകത്ത് 1 എന്നുള്ളൊരു വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ നമ്മൾ എന്താണ് കൗണ്ടിലോട്ട് അപ്ഡേറ്റ് ആക്കണം. ഓക്കെ, ഇത്രയാണ് കോഡ് വരുന്നത്. അതായത് നമ്മൾ കൗണ്ട് എടുത്തു, ആ കൗണ്ടിൻ്റെ അകത്ത് 1 വാല്യൂ ആഡ് ചെയ്ത് കൂട്ടി ആ പുതിയ വാല്യൂവിനെ സെറ്റ് കൗണ്ടിൻ്റെ അകത്ത് ആ ഫംഗ്ഷൻ്റെ അകത്ത് പാസ് ചെയ്യണം. എങ്കിൽ മാത്രമേ റിയൽ ടൈമിൽ നമുക്ക് ഈ റിയാക്റ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ ഈ എലമെൻറ്റിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യും ഡിസ്പ്ലേ ആവത്തുള്ളൂ. ഓക്കെ, ഇതേ കോഡ് ഞാൻ താഴോട്ട് എന്താണ് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ -1 കൊടുത്തിട്ട് അതേ വാല്യൂ ഞാൻ കൊടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇൻക്രീസ് ക്ലിക്ക് ചെയ്യുന്നു 1 2 3 4 5. ആ റിയൽ ടൈമിൽ ക്ലിക്ക് ചെയ്യുന്ന വാല്യൂ ബ്രൗസറിൻ്റെ അകത്ത് ഡിസ്പ്ലേ ആവുക അല്ലെങ്കിൽ റെൻഡർ ആവണമെന്നുണ്ടെങ്കിൽ സെറ്റ് കൗണ്ട് വഴി ആ വാല്യൂ നമ്മൾ ഈ കൗണ്ടറിൻ്റെ അകത്തോട്ട് അപ്ഡേറ്റ് ചെയ്തേ പറ്റൂ. ഓരോ വേരിയബിൾ നമ്മൾ യൂസ് സ്റ്റേറ്റിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യുമ്പം അതിൻ്റെ വേരിയബിളും അതിൻ്റെ അകത്തോട്ട് വാല്യൂ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷനും നമ്മൾ ഡിഫൈൻ ചെയ്യണം. എങ്കിൽ മാത്രമേ റിയൽ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ആ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഫംഗ്ഷൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കുന്നതിന് നമുക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിന് കുഴപ്പമില്ല. നമ്മൾ എന്താണ് ഈ അകത്ത് ഈ HTML അകത്ത് നിന്ന് ഇൻപുട്ട് വഴി ഒരു വാല്യൂ വാങ്ങുന്നതും സ്റ്റേറ്റ് വഴിയായിരിക്കണം. അതുപോലെ തന്നെ ഒരു വാല്യൂ നമ്മൾ ഡിസ്പ്ലേ ആക്കുന്നതും സ്റ്റേറ്റ് ആണ്. അതാണ് റിയാക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് മെത്തേഡ്. ആ ഒരു രീതിയാണ് ഫോളോ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിലാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് തോന്നുന്നുണ്ട്. ആ റിയൽ ടൈമിൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ കമ്പോണൻസിൻ്റെ അകത്തൊരു ഡാറ്റയുടെ അപ്ഡേഷൻ പ്രോപ്പറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പറായിട്ട് ആ വാല്യൂ നമുക്ക് പ്രിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് വഴി നമ്മൾ ആ വാല്യൂ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. ആ രീതിയാണ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ യൂസ് സ്റ്റേറ്റിൻ്റെ ഉപയോഗം. ഇനി ഞാൻ എന്താണ് യൂസ് സ്റ്റേറ്റിൻ്റെ ഒരു വാല്യൂ എങ്ങനെ നമുക്ക് ഇൻപുട്ടിൽ നിന്ന് വാങ്ങിക്കാം എന്നുള്ള ഒരു ചെറിയ ഒരു കോഡും കൂടെ ഞാൻ എഴുതുകയാണ്. ഞാൻ ഒരു ഇൻപുട്ട് ഇട്ടു. എന്നിട്ട് ഞാൻ ലെറ്റ് ഇവിടെ ഞാൻ നം സെറ്റ് നം എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ പേരും അതിൻ്റെ അകത്തോട്ട് ആ പുതിയ വാല്യൂ ആഡ് ചെയ്യാനുള്ള ആ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് നമ്മിൻ്റെ അകത്ത് ഞാൻ ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പ്ലേസ് ഹോൾഡറിൻ്റെ അകത്ത് എൻ്റർ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വാല്യൂ, അതായത് നമ്മൾ ഈ എന്ന് പറയുന്ന ആ വേരിയബിളിന് ഇവിടെ വിളിച്ചു കൊടുക്കണം. ഓക്കെ, എന്ന് പറഞ്ഞ വേരിയബിളിന് ഇവിടെ വിളിച്ചു കൊടുത്തു. ഓൺ ചേഞ്ച് ഈ വേരിയബിളിൻ്റെ അകത്ത് ഓരോ വട്ടവും യൂസർ ഓരോ കീ എൻ്റർ ചെയ്യുമ്പോഴും ആ വാല്യൂ നമുക്ക് കിട്ടണം. ഓൺ ചേഞ്ച് ഒരു ആരോ ഫംഗ്ഷൻ ഇട്ടു. ഈക്വൽ ടു ഓക്കെ, ഒരു ആരോ ഫംഗ്ഷനാണ് ഇപ്പോൾ ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഇൻപുട്ടിൻ്റെ അകത്തൊരു വ്യക്തി എന്നോ ബിന്നോ എന്ത് ക്ലിക്ക് ചെയ്യുമ്പോഴും ആ ചേഞ്ച് നമുക്ക് കിട്ടണം. അപ്പം ഞാൻ ഈ വേരിയബിളിന് ഇവിടെ ഒരു പാരാമീറ്ററായിട്ട് വരുന്ന വാല്യൂ കൊടുക്കുകയാണ്. അത് ഇവൻ്റ് അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ലോഗ് കൊടുത്തു. ലോഗിൻ്റെ അകത്ത് ഇവൻ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവൻ്റിൽ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ്.
ഞാൻ ഇവിടുത്തെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇവിടെ 1 2 3 4 5 6 7 ഞാൻ എഴുതുന്ന ഓരോ വാല്യൂ എനിക്ക് ഓരോ ഇവൻ്റ് ആയിട്ട് എനിക്ക് ഇതുപോലെ ആ വാല്യൂ കിട്ടും. ഈ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? ആ വേരിയബിളിലോട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതായത് സ്റ്റേറ്റ് വേരിയബിളിലോട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഓരോ വട്ടത്തെയും വാല്യൂ എന്ത് ചെയ്യണം? സ്റ്റേറ്റിൻ്റെ അതോടെ ഞാൻ അപ്ഡേറ്റ് ചെയ്തു. ആ രീതിയിൽ എന്താണ് ഈ സ്റ്റേറ്റിൻ്റെ അകത്ത് ഈ വാല്യൂ അപ്ഡേറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സെറ്റ് നമ്പർ മാറ്റി വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെറ്റ് നമ്പർ ഉപയോഗിച്ചതാണ്. ഞാൻ ഇവിടെ കൗണ്ടാണ് വിളിച്ചു കൊടുക്കുന്നത്. കൗണ്ടിൻ്റെ അകത്തുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? ഈ വാല്യൂവിൻ്റെ അകത്ത് ഷോ ആവണം. വാല്യൂ എന്ന് പറഞ്ഞാൽ ആ എൻ്റർ ചെയ്യുന്ന വാല്യൂ നമുക്ക് അതുപോലെ ഇൻപുട്ട് ബോക്സിൻ്റെ അകത്ത് കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. ഓൺ ചേഞ്ച് ആ യൂസർ എന്തെങ്കിലും വാല്യൂ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യണം? കൺസോളിൽ കിട്ടണം, അല്ലെങ്കിൽ അത് വേരിയബിളിട്ട് അസൈൻ ചെയ്യണം. ഞാൻ ഇവിടെ സെറ്റ് കൗണ്ടർ എന്താണ് ഇവൻ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ ആ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ മാറ്റി. സ്ട്രിങ് ആയിട്ടായിരിക്കും വരുന്നത്. നമുക്ക് നമ്പർ എന്ന് പറയണ ഇതിൻ്റെ അകത്ത് നമ്മളൊരു സ്ട്രിങ് മെത്തേഡിൽ വരുന്ന നമ്പറിന് ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ അകത്തൂടെ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷനായിട്ട് ക്ലാസ്സാണിത്. ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്തൂടെ നമ്മൾ എന്ത് ചെയ്ത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്പർ ഫോർമാറ്റിൽ വരുന്നതായിരിക്കും. അതായത് ഞാൻ ഇപ്പം ടൈപ്പ് നമുക്കൊന്ന് നോക്കാം. ലോഗ് ഏത് ടൈപ്പാണെന്ന് നോക്കാം. ഓക്കെ, ഇതല്ലാണ്ട് ആ നമ്പർ സ്ട്രിങ് ഫോർമാറ്റിലാണ് വരുന്നത്. അപ്പോൾ സ്ട്രിങ്ങുകൾ തമ്മിൽ എന്താണ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതൊരു സ്ട്രക്ചർ കറക്റ്റ് ആവത്തില്ല. ഇപ്പം നമ്മൾ എന്താണ് ഇവിടെ ഞാൻ ഈ നമ്പർ ഇതിപ്പം എന്താണ് ഈ വാല്യൂ വരുന്ന ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഈ മോഡലിലായിരിക്കും വരുന്നത്. 2 + 1 അപ്പോൾ ഇതാണ് 21 എന്നായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ 2 + 6 എന്നടിച്ച് കഴിഞ്ഞാൽ എന്താണ് 2 6 എത്ര 8 8 എന്നാണ് നമുക്ക് എന്താണ് ലോജിക്കലി വരാനുള്ളത്. ഒരു കണക്ക് കൂട്ടുമ്പോൾ 8 എന്നാണ് വരാനുള്ളത്. പക്ഷേ ഇവിടെ വരുന്നത് എന്താണ് 26 എന്നാണ്. അതായത് 2 സ്ട്രിങ്ങുകൾ തമ്മിൽ ചേർന്ന സമയത്ത് ആ 2 ചേർത്തായിരിക്കും നമുക്ക് തഴുന്നത്. അപ്പോൾ അത് നമുക്ക് പറ്റത്തില്ല. ഞാൻ ഇവിടെ എന്താണ് നമ്പർ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അകത്തൊരു പുതിയ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ അത് 8 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം വരാതിരിക്കുന്നതിനാണ് ഞാൻ എന്ത് ചെയ്തേ ഈ ടൈപ്പ് ഞാൻ ചെക്ക് ചെയ്ത ടൈപ്പ് ആയപ്പോൾ എന്താണ് നമുക്ക് ഈ ഇവൻറ്റിൽ കിട്ടുന്ന ആ നമ്പറിനെ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പറിനെ നമുക്ക് കിട്ടുന്നത് സ്ട്രിങ് ആയിട്ട്. നമുക്ക് ആ സ്ട്രിങ്ങിന് എന്ത് ചെയ്യണം? സ്ട്രിങ് നമ്പറിന് നമ്പർ ഫോർമാറ്റിൽ കൺവെർട്ട് ചെയ്യുന്നതിനാണ് ഞാൻ ഈ നമ്പർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൻ്റെ അകത്തൂടെ ആ വാല്യൂവിനെ പാസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കിട്ടുന്നത് നമ്പറിനെയാണ്, നമ്പർ ഫോർമാറ്റിലുള്ള വാല്യൂവിനെയാണ്. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുന്നു? 100 എന്നടിച്ചിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെയും ആ വാല്യൂ മാറ്റം വരുന്നുണ്ട്. അപ്പം വാല്യൂവിൻ്റെ അവിടെ നമ്മൾ എന്താണ് ഈ കൗണ്ട് വിളിച്ച് കൊടുത്തത് കൊണ്ട് ഇവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ വാല്യൂ അതുപോലെ അവിടെയും കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വാല്യൂ എടുക്കുന്നതും വാല്യൂ കൊടുക്കുന്നതും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള യൂസ് സ്റ്റേറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ഹുക്കുമായിട്ട് എന്തായാലും കാണാം. ഓക്കെ, ബൈ.